ترقب وانتظار ليو امام الطيار ليو نعم من غيره ليو ഇന്റർ മിയാമി അൽ ഹിലാൽ മത്സരം ഒരു സൗഹൃദ മത്സരമാണെങ്കിൽ കൂടി ആവേശം ഒട്ടും കുറവില്ലായിരുന്നു. ഒരു വലിയ വിഭാഗം തന്നെ മെസ്സിയുടെ ദയനീയ പരാജയം കാത്തിരുന്നുവെന്നത് സത്യം തന്നെയല്ലേ. പക്ഷേ അത് സാധിച്ചില്ല. മാത്രമല്ല, അയാൾ തൻ്റെ തനതായ രീതി ഇങ്ങ് ഏഷ്യൻ മണ്ണിലും പുനഃസൃഷ്ടിക്കുന്നുണ്ട്. ഒരു ഗോളും അസിസ്റ്റും നേടി തൻ്റെ ഇടങ്കാൽ കൊണ്ട് ആ ടീമിനെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. 4-3 പരാജയം അതൊരു ചർച്ചയായേയില്ല. പക്ഷേ ഒരുപക്ഷെ ഇന്റർ മിയാമി ജയിച്ചിരുന്നുവെങ്കിൽ ആ ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് പോയേനെ. എന്നാൽ കളിയിൽ പലപ്പോഴും ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു. മെസ്സി എന്ന താരത്തിന് എന്തെങ്കിലും അനുകൂല്യങ്ങളുണ്ടോ എന്ന് പോലും പലപ്പോഴും തോന്നിയിരുന്നു. പല കാര്യങ്ങളിലും മെസ്സിയുടെ സ്റ്റാറ്റസുകളിലും ഇന്നും പലതും ചോദ്യം ചെയ്ത് നിൽക്കുമ്പോൾ അതിലേക്ക് ഇതും കൂട്ടിച്ചേർക്കേണ്ടി വരും. കാരണം വേൾഡ് കപ്പിലും അതിനുശേഷവും റഫറിമാർ അയാൾക്ക് നൽകുന്ന പരിഗണന അല്ലെങ്കിൽ അയാൾക്കെതിരെ എടുക്കുന്ന ഡിസിഷനിൽ പലതിലും സംശയങ്ങൾ ഉണർത്താറുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ പോലും മെസ്സിയെ കാർഡിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കുന്നത് പോലെ തോന്നി. ഷൂർ യെല്ലോ കാർഡുകളിൽ പോലും റഫറി ഉയർത്തുന്നില്ല. ഇതൊരു പക്ഷേ ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ടായിരിക്കാമെന്ന വിശദീകരണം കൊണ്ട് ന്യായീകരിക്കാൻ ഒക്കില്ല. എങ്കിലും മെസ്സി എന്ന വ്യക്തിയിലേക്ക് പലർക്കും ദേഷ്യവും വിദ്വേഷവും പകർത്താനിടയാക്കും. ഇത്തരം ചിത്രങ്ങളും രീതികളും അമേരിക്കൻ സോക്കർ ലീഗിലും പലപ്പോഴായി സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവർക്കും തോന്നിയിട്ടുള്ള സംശയങ്ങളിൽ ഒന്ന് മാത്രമായി മാറും. ഒരുപക്ഷെ ഫിഫ കാണിക്കുന്ന ചില മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ മെസ്സിയുടെ വിലയാണ് കുറച്ച് കാണിക്കുന്നത്. എപ്പോഴോ അയാൾ എല്ലാം നേടണമെന്ന് ആഗ്രഹിച്ച മനസ്സുകളിൽ പോലും ഫിഫയും ആരാധകരും ചേർന്ന് വിഷം നിറച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മെസ്സി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്ന് തെളിയിക്കുവാൻ അയാളുടെ കരിയർ ഒന്ന് മാത്രം മതി. അല്ലാതെ അവസാന സമയങ്ങളിൽ ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകി അതിൻ്റെ മൂല്യം കുറയ്ക്കരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്നു.